ഹലോ ഗായ്സ്, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. എൻ്റെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ 48th വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഞാൻ അവർക്കൊരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു കേക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ ഇത്തവണ വെറൈറ്റിക്കായിട്ട് ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തത്. അപ്പം ഈ കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ ഫ്രണ്ട്സിനാണെങ്കിലും പാരൻസിനാണെങ്കിലും ഒക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവരെ സർപ്രൈസ് ചെയ്യാറുണ്ട്. അപ്പം ഇത്തവണ ഞാനൊരു കേക്ക് വെച്ച് തന്നെ സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്ക് കറക്റ്റ് പാകത്തിന് എനിക്ക് കിട്ടുമല്ലെന്ന് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ കേക്കിൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം എൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ കുഴപ്പമാണോ അല്ല ഞാൻ ബീറ്റ് ചെയ്തത് കുറഞ്ഞു പോയിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. വിപ്പിംഗ് ക്രീം കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ വലുതായിട്ട് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ഒന്നും കൊടുക്കാത്തത്. കാര്യം ഡിസൈൻ ചെയ്യുന്നതിന് മുന്നേ ക്രീം നന്നായിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാലറ്റ് നൈഫിൽ ജസ്റ്റ് ക്രീം എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൽ ഡയറി മിൽക്ക് വെച്ച് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് 2 മണിക്കൂർ സെറ്റാക്കി എടുത്തപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഞാൻ ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അറിയാമെന്നുള്ളവരൊന്ന് പറയണേ. അങ്ങനെ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ അപ്പനും അമ്മയും കേക്കൊക്കെ മുറിച്ച് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ. ബൈ.